ഹലോ ഫ്രണ്ട്സ്, നമുക്ക് കഥയിലൂടെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങാം. ഇന്നത്തെ കഥയുടെ പേര് വാർഡ്രോബ്, അലമാര. വസ്ത്രങ്ങൾ വെക്കുന്ന അലമാരയ്ക്ക് നമ്മൾ വാർഡ്രോബ് എന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് ഈ ഒരു കഥയിലൂടെ നല്ലപോലെ ഓരോ സെൻറ്റൻസിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ മനസ്സിലാക്കി ഏത് ടെൻസ് ആണെന്നും ഒരു ടെൻസിൽ നിന്ന് വേറൊരു ടെൻസിലോട്ട് എങ്ങനെ മാറ്റാമെന്നും എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതാം, എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഇംഗ്ലീഷിൽ പറയാം, ഇതൊക്കെ നമുക്ക് ഈ ഒരു കഥയിലൂടെ പഠിക്കാം. അപ്പോൾ കഥയുടെ പേര് ഞാൻ പറഞ്ഞു, വാർഡ്രോബ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. അവൻ നാളെ അലമാര വാങ്ങാൻ പോകുമായിരിക്കും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അവൻ, ഹി, നാളെ, ടുമോറോ, അലമാര, വാർഡ്രോബ്, വാങ്ങുക, ബൈ, പോവുക, ഗോ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം പോകുമായിരിക്കും. അപ്പോഴേ നമുക്ക് മനസ്സിലായി ഇതൊരു ഫ്യൂച്ചർ ടെൻസ് ആണ് പറയുന്നത്, പിന്നീടുള്ളൊരു കാര്യമാണ് പറയണത്. പക്ഷെ അവിടെ ഒരു കൺഫർമേഷൻ ഇല്ല, ജസ്റ്റ് ഒരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ, പോകുമായിരിക്കും. ജസ്റ്റ് ഒരു ചാൻസ് അവർ പറയുന്നുള്ളൂ, ചിലപ്പോൾ നാളെ പോകുമായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അവൻ നാളെ അലമാര വാങ്ങാൻ പോകുമായിരിക്കും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഹീ. അപ്പം ഇനി ഞാൻ ജസ്റ്റ് ഒരു 3 ഓപ്ഷൻ എഴുതാം, നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് എഴുതാൻ നോക്കാം? വിൽ എഴുതാം, മൈറ്റ്, പിന്നെ വുഡ്. ഇപ്പോൾ 3 ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കുറച്ചും കൂടെ മെമ്മറി നമുക്ക് ഓർത്തിച്ചൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു 3 ഓപ്ഷൻ എഴുതിയത്. അപ്പോൾ വിൽ എഴുതി, മൈറ്റ് എഴുതി, വുഡ് എഴുതി. അപ്പോൾ നമുക്കിവിടെ ഏത് സെലക്ട് ചെയ്ത് എഴുതാം? അവൻ നാളെ അലമാര വാങ്ങാൻ പോകുമായിരിക്കും. അപ്പോൾ നമുക്ക് വിൽ എഴുതാൻ പറ്റില്ല. വില്ലെന്ന് പറയുമ്പോൾ എന്താ, ഒരു കൺഫേം ആയിട്ട് പറയുക, ഞാൻ നാളെ അവിടെ പോകും എന്ന് തന്നെയാണ് വിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വുഡും പറ്റില്ല, വില്ലിൻ്റെ പാസ്റ്റ് ഫോമാണ് വുഡ്. വുഡും പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ ക്രോസ് ചെയ്യുവാണ്. ഇവിടെ എഴുതാം. അപ്പോൾ ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് മൈറ്റ്. അപ്പോൾ മൈറ്റ് എന്ന് പറയുന്നത് ഒരു പോസിബിലിറ്റി, ഒരു ചാൻസേ ഉള്ളൂ, കൺഫേമായിട്ട് പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സെൻറ്റൻസ് നമുക്ക് മൈറ്റ് യൂസ് ചെയ്ത് എഴുതാം. ഹി മൈറ്റ്. അപ്പോൾ ഓർത്തിരിക്കുക, ഒരു പോസിബിലിറ്റിക്കുള്ള ഒരു സെൻറ്റൻസ്. ഞാൻ അത് വാങ്ങുമായിരിക്കും, ഞാനവിടെ പോകുമായിരിക്കും എന്ന് പറയുന്നതിന് നമുക്ക് ആ ഒരു സെൻറ്റൻസിൽ മൈറ്റ് യൂസ് ചെയ്ത് എഴുതാം. ഹി മൈറ്റ് പോവുക എന്ന് വെച്ചാൽ ഗോ. ഹി മൈറ്റ് ഗോ ടു ബൈ എന്ന് വെച്ചാൽ എന്താ, വാങ്ങുക. ഹി മൈറ്റ് ഗോ ടു ബൈ എ വാർഡ്രോബ്. എപ്പോഴാ? നാളത്തെ കാര്യമല്ലേ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എഴുതാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഹൈഫൻ ഇട്ടു. അപ്പോൾ ഇവിടെ എഴുതാം ടുമോറോ, TOMORROW. അപ്പം നമ്മളെങ്ങനെ എഴുതിയത്? ഹി മൈറ്റ് ഗോ ടു ബൈ എ വാർഡ്രോബ് ടുമോറോ. അവൻ നാളെ അലമാര വാങ്ങാൻ പോകുമായിരിക്കും. ഹി മൈറ്റ് ഗോ ടു ബൈ എ വാർഡ്രോബ് ടുമോറോ. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് 3 ഓപ്ഷൻ നോക്കി, അതിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാ? മൈറ്റാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അവർ ടിക്ക് ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ടിക്ക് ചെയ്യാം. അപ്പോൾ മൈറ്റ് എപ്പോഴും ഓർത്തിരിക്കുക, നമുക്കൊരു സെൻറ്റൻസ് കിട്ടുമ്പോൾ ഒരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൊരു സെൻറ്റൻസ് ആണെങ്കിൽ നമുക്കത് മൈറ്റ് യൂസ് ചെയ്തിട്ട് എഴുതാമെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്കൊന്നും കൂടെ വെച്ച് പറയാം. അവൻ നാളെ അലമാര വാങ്ങാൻ പോകുമായിരിക്കും. ഹി മൈറ്റ് ഗോ ടു ബൈ എ വാർഡ്രോബ് ടുമോറോ. ഹി മൈറ്റ് ഗോ ടു ബൈ എ വാർഡ്രോബ് ടുമോറോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൻ അലമാര വാങ്ങുകയാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അവൻ, ഹി, അലമാര, വാർഡ്രോബ്, വാങ്ങുക, ബൈ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം വാങ്ങുകയാണ്. അപ്പോൾ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനാണ്, ഇപ്പോഴത്തെ ഒരു കാര്യമാണ് പറയണത്. അത് മാത്രമല്ല, വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മീനിങ് അങ്ങനെയല്ലേ, വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പം ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവൻ അലമാര വാങ്ങുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഹീ. അപ്പോൾ ഹീ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അത് ഞാൻ ജസ്റ്റ് മുകളിൽ എഴുതിയേക്കാം. അപ്പോൾ ഇനി ഞാൻ എന്തായിരുന്നു എന്നുള്ളത് ഞാൻ ഓപ്ഷനിൽ എഴുതാം. ഇവിടുത്തെ ഓപ്ഷൻ എന്തൊക്കെയാണ് ഞാൻ എഴുതാൻ പോണേ? ആർ, ആം, ഈസ്. 3 ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്യുക. അപ്പോഴത്തേനും ഞാൻ പറയാം. അപ്പം ഞാൻ പറഞ്ഞു ഹീ എന്ന് പറയുന്നൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? അപ്പോൾ ഇവിടെ നമുക്ക് കാണുമ്പോഴേ അറിയാം നമുക്കിവിടെ എന്താ യൂസ് ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് നല്ല പോലെ മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ചിലർക്ക് അറിയില്ലായിരിക്കുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് പറയണത്. അപ്പോൾ ഹീയുടെ കൂടെ നമുക്ക് ആർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആർ നമ്മളെവിടെ യൂസ് ചെയ്യുന്നത്? ഇവിടെ ഹീ എന്ന് പറയുന്നത് സിംഗുലാർ സബ്ജക്റ്റാണ്, ഒറ്റ ഒരാളെ ഉള്ളൂ, ഒന്നിൽ കൂടുതലില്ല. അപ്പം ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പം ആർ യൂസ് ചെയ്യുന്നത് ഒരു പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടാണ്. ഇപ്പം വി, ദേ, വി എന്ന് വെച്ചാൽ നമ്മൾ, ദേ എന്ന് വെച്ചാൽ അവർ. അപ്പോൾ അവിടെയാണ് ആർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അത് ആർ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നുള്ളത് ആം. അപ്പോൾ നമ്മൾ ആം മിക്കവാറും പേർക്ക് ആം നമ്മൾ കൂടുതൽ യൂസ് ചെയ്യണത് എവിടെയാണ്? ഐയുടെ കൂടെ അല്ലേ നമുക്ക് ഐ എം ഗോയിങ് ടു ദ പാർക്ക്, അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ദ സ്കൂൾ. അപ്പോൾ അവിടേക്കല്ലേ നമ്മൾ ആം യൂസ് ചെയ്യണത്. അപ്പം നമ്മൾ ആമും ക്രോസ് ചെയ്തു. പിന്നെയുള്ളത് ഈസാണ്. അപ്പോൾ ഈസ് എന്തുകൊണ്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യണ കാര്യം?
ഇവിടെ ഹീ ഷീ ഇറ്റ്. ഇപ്പോൾ ഹീ ഷീ ഇറ്റൊക്കെ സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്ക് ഒരു സിംഗുലാർ സബ്ജക്റ്റ് കൂടെ നമുക്ക് ഈസ് യൂസ് ചെയ്യാം. അത് മാത്രമല്ല ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമുക്ക് ഈസ് യൂസ് ചെയ്യാം. അപ്പം ഇവിടെ ഈസിൻ്റെ അവിടെ ടിക്ക് ചെയ്തു ഞാൻ. പിന്നെ നമ്മൾ എന്താ എഴുതാൻ പോണേ? ഹീ ഈസ്. ഇവിടെ എന്തുകൊണ്ടാണ് ഈസ് യൂസ് ചെയ്ത് ഞാൻ പറഞ്ഞു, ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആണ്, ഒറ്റ ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് ഈസ് യൂസ് ചെയ്തു. പിന്നെന്താ, പിന്നെ നമുക്കൊരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഈസ് യൂസ് ചെയ്യും. ഇതൊരു പ്രസൻറ്റ് സിറ്റുവേഷൻ, ഇവിടെ ആറ് യൂസ് ചെയ്യാൻ പറ്റാത്ത കാര്യം പറഞ്ഞു. കാര്യം ഇതൊരു ആറെന്ന് പറയുന്നത് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പറഞ്ഞു, ഒരു പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടാണ്, ഒന്നിൽ കൂടുതലുള്ളതിൻ്റെ കൂടാണ് ആറ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഈസ് എഴുതി. ഹി ഈസ്. ഇനി എന്താ എഴുതാൻ പോണേ? അവൻ അലമാര വാങ്ങുകയാണ്. നമുക്ക് എന്താ എഴുതാം? ഹി ഈസ്. അപ്പോൾ വാങ്ങുക എന്ന് വെച്ചാൽ എന്താ? ബൈ. വാങ്ങുക എന്ന് പറഞ്ഞാൽ ബൈ ആണ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആകുമ്പം ഇത് വെർബാണ്. വെർബിൻ്റെ കൂടെ നമുക്ക് ING യൂസ് ചെയ്ത് എഴുതാന്ന്. അപ്പം വെർബിൻ്റെ കൂടെ ING യൂസ് ചെയ്യുമ്പോൾ എന്താ ഇവിടെ? ബൈയിങ്. ഹി ഈസ് ബൈയിങ്. ഹി ഈസ് ബൈയിങ്. ഇനി എന്താ എഴുതാൻ പോണത്? അവൻ അലമാര വാങ്ങുകയാണ്. ഹി ഈസ് ബൈയിങ് എ വാർഡ്രോബ്. അപ്പം നമ്മൾ എഴുതി ഹി ഈസ് ബൈയിങ് എ വാർഡ്രോബ്. അവൻ അലമാര വാങ്ങുകയാണ്. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ എഴുതിയത്? ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന് പറഞ്ഞു. ഹി ആണ് സബ്ജക്റ്റ്. ഹീയുടെ കൂടെ നമ്മൾ ഈസ് യൂസ് ചെയ്തു. പിന്നെ വെർബ് എന്ന് പറഞ്ഞാൽ ബൈ, വെർബിൻ്റെ കൂടെ പ്ലസ് ING ആഡ് ചെയ്തപ്പോൾ ബൈയിങ് ആയി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതിയത്. അവൻ അലമാര വാങ്ങുകയാണ്. ഹി ഈസ് ബൈയിങ് എ വാർഡ്രോബ്. ഇവിടെ ഓപ്ഷൻ നമ്മൾ 3 ഓപ്ഷൻ ഉണ്ടായിരുന്നു, നമ്മളതിൽ സെലക്ട് ചെയ്ത് എഴുതി. അപ്പം ഒന്നും കൂടെ പറയാം, അവൻ അലമാര വാങ്ങുകയാണ്. ഹി ഈസ് ബൈയിങ് എ വാർഡ്രോബ്. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അതൊരു തടിയലമാര ആയിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അതിന് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇറ്റ്. നമുക്ക് ഇറ്റ് എന്ന് എഴുതാം. അതിന് ഒരു എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്ത് എഴുതാം. അതൊരു തടിയലമാര. തടിക്ക് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? വുഡ്. അലമാരയ്ക്ക് വാർഡ്രോബ് എന്ന് പറയാം. അപ്പം ആയിരുന്നു എന്ന് കേട്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഇതൊരു കഴിഞ്ഞു പോയൊരു കാര്യമാണ് പറയണേ, ഒരു പാസ്റ്റ് സെൻറ്റൻസ് ആണ് പറയണത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അതൊരു തടിയലമാര ആയിരുന്നു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം? അപ്പോൾ നമുക്ക് ഇറ്റ് എഴുതി. അപ്പം ഇനി നമ്മൾ എന്താ യൂസ് ചെയ്യാൻ പോണേന്ന് നമുക്ക് ഓപ്ഷനിൽ ജസ്റ്റ് എഴുതാം. നമ്മൾ ഗസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈസ് ഉണ്ട്, വാസ് ഉണ്ട്, വേറുണ്ട്. ഇനി നമ്മൾ ഇവിടെ എഴുതാൻ പോകണത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ആയിരുന്നു. അപ്പോൾ ആയിരുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയിരിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എന്ത് എഴുതാൻ നോക്കാം? നമുക്കിവിടെ ഈസ് എഴുതാൻ പറ്റില്ല. കാര്യം ഈസ് എപ്പോഴും നമ്മൾ പ്രസൻറ്റ് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് സിറ്റുവേഷനിലാണ് നമുക്ക് മനസ്സിലായി, ആയിരുന്നു. അപ്പോൾ ഇതൊരു പാസ്റ്റ് സിറ്റുവേഷനാണ് പറയണത്. നമ്മൾ ഈസ് വെട്ടി ഈസ് അല്ല. പിന്നുള്ളത് വാസ് ആൻഡ് വെയർ. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? അപ്പോൾ വാസും വെയറും ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിൽ നമുക്ക് യൂസ് ചെയ്ത് എഴുതാൻ പറ്റുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മളപ്പോൾ ഏതാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം അത് നമ്മളിപ്പോൾ കൺഫ്യൂസ് ആകും, അയ്യോ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വാസാണോ വേറാണോ എന്നൊരു കൺഫ്യൂഷൻ ചിലർക്കെങ്കിലും വരുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, നമ്മളെപ്പോഴും നോക്കുക സബ്ജക്റ്റാണ് നമ്മളെപ്പോഴും നോക്കണം. സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് എന്ത് യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് കാണാം ഇറ്റ് എന്ന് പറയുന്നത് ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പം ഒരു പ്ലൂറൽ സബ്ജക്റ്റ് അല്ല. അപ്പോൾ നമുക്ക് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ മാത്രമേ നമുക്ക് വേർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇറ്റ് സിംഗുലാർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് വാസ് യൂസ് ചെയ്യാം. അപ്പോൾ വേർ ഞാൻ കട്ട് ചെയ്തു. വേർ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ ദേ, വി, അവർ അല്ലെങ്കിൽ ഞങ്ങൾ എന്നൊക്കെ ഉള്ളത് പ്ലൂറൽ സബ്ജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വേർ യൂസ് ചെയ്യേണ്ടത്. അപ്പം ഇറ്റ് സിംഗുലാർ സബ്ജക്റ്റാണ്, നമ്മളിവിടെ വാസ് യൂസ് ചെയ്തു. ഇറ്റ് വാസ്. ഇനി എന്താ എഴുതാൻ പോണേ? അതൊരു. അപ്പോൾ ഇവിടെ ഒരു തടി അലമാര, ഈ ഒരു എന്നുള്ളതിന് ഞാൻ എഴുതി ഇറ്റ് വാസ് എ. അപ്പം തടി അലമാര. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? തടിക്ക് നമ്മൾ എന്താ പറയുക? വുഡ് എന്നല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം ഇറ്റ് വാസ് എ വുഡൻ വാർഡ്രോബ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതുന്നു നിങ്ങളുടെ പറയാം? അതൊരു തടി അലമാര ആയിരുന്നു. ഇറ്റ് വാസ് എ വുഡൻ വാർഡ്രോബ്. അപ്പോൾ നമ്മളിവിടെ 3 ഓപ്ഷൻ കണ്ടു. വാസ് വെയർ. നമ്മൾ ഏത് സെലക്ട് ചെയ്ത? വാസ് യൂസ് ചെയ്താണ് എഴുതിയത്. കാര്യം ആയിരുന്നു. ഇവിടെ നമുക്ക് മനസ്സിലായി വാസാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ സബ്ജക്റ്റ് മെയിൻലി നോക്കുക. സബ്ജക്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ, പിന്നെ വാസാണ് നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ സബ്ജക്റ്റ് നോക്കുക. ചിലപ്പോൾ ഇവിടെ ചിലപ്പോൾ ഇത് പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് വാസ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ തെറ്റ് വരും. അപ്പം നമ്മൾ എപ്പോഴും നോക്കുക എന്താ സബ്ജക്റ്റ് എന്ന്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്കൊന്നും കൂടെ പറയാം, അതൊരു തടി അലമാര ആയിരുന്നു. ഇറ്റ് വാസ് എ വുഡൻ വാർഡ്രോബ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം.
നെക്സ്റ്റ് പോയിന്റ്, അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് അവൻ അലമാര വാങ്ങിയത്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലിടാന്ന് നോക്കാം. അവൻ്റെ ഭാര്യ, ഹിസ് വൈഫ്, അലമാര വാർഡ്രോബ്, വാങ്ങിയത്, വാങ്ങുക എന്ന് വെച്ചാൽ ബൈ. അപ്പോൾ ഇവിടെ വാങ്ങി, ഓൾറെഡി വാങ്ങിച്ച് കഴിഞ്ഞൊരു കാര്യമാണ് പറയണത്, ഒരു കഴിഞ്ഞു പോയ കാര്യം, ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ് ഇവിടെ പറയണത്, വാങ്ങിച്ച് കഴിഞ്ഞു. അപ്പം വാങ്ങുക എന്ന് വെച്ചാൽ ബൈ എന്നാണ്. അപ്പോൾ വാങ്ങിയത് എന്നാകുമ്പോൾ നമുക്ക് ബൈയെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് അവൻ അലമാര വാങ്ങിയത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഹീ. അപ്പോൾ ഇനി നമുക്ക് എന്താ എഴുതാൻ പോണത്, വാങ്ങുക എന്ന് വെച്ചാൽ ബൈ ആണ്. അപ്പോൾ ബൈയെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കണം എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ബൈയുടെ 3 ഫോംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ നേരത്തെ ക്ലാസ്സിൽ തന്നെ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷേ ഈ ഒരു സെൻറ്റൻസ് ഇത് പറഞ്ഞേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എവിടെ നമ്മൾ ഈ ഒരു സെൻറ്റൻസ് ഇങ്ങനെ ബൈ വരുന്നൊരു സെൻറ്റൻസ് എവിടെ വന്നാലും നമുക്കിത് പറയണം. കാര്യം അപ്പോൾ നമുക്ക് ഇച്ചിരി ക്ലിയർ ആയിട്ട് മനസ്സിലാവും ബൈയുടെ 3 ഫോംസും കൂടെ പഠിച്ചു കഴിയുമ്പം. ബൈയുടെ 3 ഫോംസ് എന്തൊക്കെയാണ്, ബൈ, ബോട്ട്, ബോട്ട്. ബൈയുടെ 3 ഫോംസ് നമ്മൾ കണ്ടു. അപ്പം ഇവിടെ ഫസ്റ്റ് ഫോം മാത്രമേ ഉള്ളൂ വേറെ. സെക്കൻഡ് ഫോം തേർഡ് ഫോം സെയിം ആണ്, ബൈ, ബോട്ട്, ബോട്ട്. അപ്പോൾ ബൈ എന്ന് വെച്ചാൽ വാങ്ങുക. ഇപ്പോൾ ബോട്ട്, ഐ ബോട്ട് എ കാർ, ഞാനൊരു കാറ് വാങ്ങി. അപ്പം ഈ തേർഡ് ഫോം നമ്മൾ യൂസ് ചെയ്യണത് ഐ ഹാവ് ബോട്ട് എ കാർ, ഞാനൊരു കാറ് വാങ്ങിയിട്ടുണ്ട് എന്നൊരു പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേർഡ് ഫോം യൂസ് ചെയ്ത് തരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ സെക്കൻഡ് ഫോമായ ബോട്ടാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഹീ കഴിഞ്ഞിട്ടപ്പോൾ ഞാൻ പറഞ്ഞു ബൈയെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കണം. അപ്പോൾ പാസ്റ്റ് ഫോം എന്താ, ബോട്ട്. അപ്പോൾ നമ്മളിവിടെ ബോട്ടാണ് എഴുതാൻ പോണത്, ഹീ ബോട്ട്. അപ്പോൾ ഇനി എന്താ എഴുതാൻ പോണത്, അപ്പം അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് അവൻ അലമാര വാങ്ങിയതെന്നല്ലേ. അപ്പം ഹീ ബോട്ട് ദ വാർഡ്രോബ്, ഹി ബോട്ട് ദ വാർഡ്രോബ്. ആർക്ക് വേണ്ടിയിട്ടാ എന്നുള്ളതിനാണ് നമ്മളിവിടെ ഫോർ യൂസ് ചെയ്തിട്ടുണ്ട്. ഫോർ ഹിസ്, അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, ഫോർ ഹിസ് വൈഫ്. ഇവിടെ നമ്മൾ ഫോർ യൂസ് ചെയ്തിട്ടുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണെന്ന് സ്പെഷ്യലി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർ യൂസ് ചെയ്തു. ഹി ബോട്ട് ദ വാർഡ്രോബ് ഫോർ ഹിസ് വൈഫ്, അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് അവൻ അലമാര വാങ്ങിയത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, അപ്പോൾ ഇവിടെ നമ്മൾ ബൈയുടെ 3 ഫോംസ് പഠിച്ചു, ബൈ, ബോട്ട്, ബോട്ട്. അപ്പോൾ സെക്കൻഡ് ഫോമായ ബോട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എഴുതിയത്. ഹി ബോട്ട് ദ വാർഡ്രോബ് ഫോർ ഹിസ് വൈഫ്, അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ പറയാം, ഹി ബോട്ട് ദ വാർഡ്രോബ് ഫോർ ഹിസ് വൈഫ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൻ്റെ ഭാര്യയ്ക്ക് അലമാര വളരെ ഇഷ്ടപ്പെട്ടു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അവൻ്റെ ഭാര്യ, ഹിസ് വൈഫ്, അലമാര വളരെ ഇഷ്ടപ്പെട്ടു. നമുക്ക് എങ്ങനെ എഴുതാം, നമുക്ക് എഴുതാം ലൗഡ് ദ വാർഡ്രോബ് എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ലൈക്ക് ദ വാർഡ്രോബ് വെരി മച്ച് എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് റിയലി ലൈക്ക് ദ വാർഡ്രോബ് എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ ഏറ്റവും സിമ്പിളായൊരു സെൻറ്റൻസാണ് ഞാൻ എഴുതാൻ പോണത്. അവൻ്റെ ഭാര്യയ്ക്ക് അലമാര വളരെ ഇഷ്ടപ്പെട്ടു. നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം, ഹിസ് വൈഫ്, അവൻ്റെ ഭാര്യ, ഹിസ് വൈഫ്. ഇനി എന്താ എഴുതാൻ പോണത് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു ഏറ്റവും സിമ്പിളായിട്ട് സെൻറ്റൻസാണ് ഞാൻ എഴുതാൻ പോണത്, ഹിസ് വൈഫ് റിയലി. അപ്പം ലൈക്ക് എന്ന് വെച്ചാൽ എന്താ, ഇഷ്ടപ്പെടുക. അപ്പം ഇവിടെ ഇഷ്ടപ്പെട്ടു എന്നാണ്. അപ്പം നമുക്ക് ലൈക്കിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കണം. അപ്പം നമുക്ക് ലൈക്ഡ് ആക്കി, ലൈക്ക്. ഹിസ് വൈഫ് റിയലി ലൈക്ക് ദ വാർഡ്രോബ്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഏതൊക്കെ രീതിയിൽ നമുക്ക് എഴുതാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഒന്നും കൂടെ ഞാൻ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതി ഹിസ് വൈഫ് റിയലി ലൈക്ക് ദ വാർഡ്രോബ്. അപ്പം ഈ ഒരു സെൻറ്റൻസ് അല്ല, നമുക്ക് ഇനി വേറെ രീതിക്ക് എന്തൊക്കെ എഴുതാം നമുക്ക് ഒന്നും കൂടെ പറയാം. ഹിസ് വൈഫ് ലൗഡ് ദ വാർഡ്രോബ് നമുക്ക് പറയാം, അതും ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഹിസ് വൈഫ് ലൈക്ക് ദ വാർഡ്രോബ് വെരി മച്ച്. അപ്പം അത് സിമ്പിൾ സെൻറ്റൻസ് തന്നെയാണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് തോന്നിയത് ഇതാണ്, ഹിസ് വൈഫ് റിയലി ലൈക്ക് ദ വാർഡ്രോബ്. ഒരു നാച്ചുറൽ സിമ്പിളായിട്ട് തോന്നിയത് ഈ ഒരു സെൻറ്റൻസാണ്, ഹിസ് വൈഫ് റിയലി ലൈക്ക് ദ വാർഡ്രോബ്. അപ്പം എന്താ നമ്മൾ എഴുതിയത്, അവൻ്റെ ഭാര്യയ്ക്ക് അലമാര വളരെ ഇഷ്ടപ്പെട്ടു. ഹിസ് വൈഫ് റിയലി ലൈക്ക് ദ വാർഡ്രോബ്. ഇപ്പം ഇവിടെ ഇഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ലൈക്കാണ്, ഇവിടെ ഇഷ്ടപ്പെട്ടു. ഓൾറെഡി ഒരു കഴിഞ്ഞു പോയ കാര്യം, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. അപ്പം ലൈക്കിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കിയിട്ടാണ് നമ്മളിവിടെ എഴുതിയത്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവർ അലമാര ജനലിൻ്റെ അരികിലാണ് വെച്ചത്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവർ ദേ, അലമാര വാർഡ്രോബ് ജനലിൻ്റെ അരികിൽ, നമുക്ക് നിയർ ദ വിൻഡോ എന്ന് പറയാം. അപ്പോൾ വെക്കുക എന്ന് വെച്ചാൽ എന്താ, കീപ്പ്. അപ്പോൾ നമുക്ക് കീപ്പിനെ പാസ്റ്റ് ഫോം ആക്കി എഴുതണം, കാര്യം ഓൾറെഡി വെച്ച് കഴിഞ്ഞു. അപ്പോൾ കീപ്പിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അവർ അലമാര ജനലിൻ്റെ അരികിലാണ് വെച്ചത്. അപ്പോൾ നമുക്ക് എഴുതാം ദേ. അപ്പം ഇനി എന്താ നമ്മൾ എഴുതാൻ പോണേ, വെക്കുക, കീപ്പ്. അപ്പോൾ വെച്ചതെന്നാണ്, ഓൾറെഡി വെച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കീപ്പിൻ്റെ 3 ഫോംസ് ആദ്യം പഠിക്കാം. അപ്പോൾ കീപ്പിൻ്റെ 3 ഫോംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കീപ്പ്,
അപ്പോൾ കീപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫോമാണ്. സെക്കൻഡ് ഫോം എന്താണ്? കെപ്റ്റ്. സെക്കൻഡ് ഫോം കെപ്റ്റാണ്. കീപ്പ്, കെപ്റ്റ്. തേർഡ് ഫോമും കെപ്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾ 3 ഫോംസ് പഠിച്ചു. കീപ്പ്, കെപ്റ്റ്, കെപ്റ്റ്. അപ്പം ആരെങ്കിലും ചോദിച്ചാൽ പെട്ടെന്ന് കീപ്പിൻ്റെ 3 ഫോംസ് വെച്ച് നമുക്ക് പറയാം. പെട്ടെന്ന് നമ്മൾ പറയാം കീപ്പ്, കെപ്റ്റ്, കെപ്റ്റ്. അപ്പം അത് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കോ. വേറെ ഫസ്റ്റ് ഫോം മാത്രമേ ഉള്ളൂ, വേറെ ബാക്കി സെക്കൻഡ് ഫോമും തേർഡ് ഫോമും സെയിം ആണ്. അപ്പം നമ്മളിവിടെ എന്താ എഴുതാൻ പോണേ? നമ്മൾ കീപ്പിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കുമെന്നല്ലേ പറഞ്ഞാൽ. കാര്യം വെക്കുക എന്ന് പറഞ്ഞാൽ കീപ്പ്. അപ്പം വെച്ചത് ഓൾറെഡി വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കീപ്പിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കിയിട്ടുള്ളത് കെപ്റ്റ് എഴുതി. ദേ കെപ്റ്റ്. അവർ വെച്ചു. ദേ കെപ്റ്റ് ദ വാർഡ്രോബ്. ദേ കെപ്റ്റ് ദ വാർഡ്രോബ്. ജനലിൻ്റെ അരികിൽ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? നിയർ ദ വിൻഡോ. ജനലിൻ്റെ അരികിൽ. നിയർ ദ വിൻഡോ. നമ്മൾ എങ്ങനെ എഴുതിയത്? ദേ കെപ്റ്റ് ദ വാർഡ്രോബ് നിയർ ദ വിൻഡോ. ദേ കെപ്റ്റ് ദ വാർഡ്രോബ് നിയർ ദ വിൻഡോ. അവർ അലമാര ജനലിൻ്റെ അരികിലാണ് വെച്ചത്. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ പഠിച്ചു? നമ്മളിവിടെ കീപ്പിൻ്റെ 3 ഫോംസ് പഠിച്ചു. കീപ്പ്, കെപ്റ്റ്, കെപ്റ്റ്. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ജനലിൻ്റെ അരികിൽ എന്ന് പറയാൻ വേണ്ടി നമ്മൾ പഠിച്ചു നിയർ ദ വിൻഡോ. അവർ അലമാര ജനലിൻ്റെ അരികിലാണ് വെച്ചത്. ദേ കെപ്റ്റ് ദ വാർഡ്രോബ് നിയർ ദ വിൻഡോ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അലമാരയ്ക്കുള്ളിൽ മനോഹരമായ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അലമാരയ്ക്കുള്ളിൽ. അപ്പം നമുക്ക് പറയാം ഇൻ ദ വാർഡ്രോബ്. മനോഹരമായ, ബ്യൂട്ടിഫുൾ, ഒരു കണ്ണാടി. എ മിറർ. ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഉണ്ടായിരുന്നു കേട്ടപ്പോഴും മനസ്സിലായി ഇതൊരു കഴിഞ്ഞു പോയൊരു കാര്യമാണ്, ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം ഇംഗ്ലീഷിൽ. അലമാരയ്ക്കുള്ളിൽ മനോഹരമായ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദെയർ. പിന്നെ ദെയർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ഏതാ എഴുതുന്നത്? ജസ്റ്റ് ഓപ്ഷനിൽ എഴുതാം. ഈസ്, വെയർ, വാസ്. 3 ഓപ്ഷനേ ഉള്ളൂ. അപ്പം നമുക്ക് എന്ത് സെലക്ട് ചെയ്ത് എഴുതാം. ഇപ്പോൾ ഓപ്ഷൻ എഴുതേണ്ട ആവശ്യമില്ല, പക്ഷേ ഇത് എഴുതാം നമുക്ക് ഇച്ചിരി ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പം നമുക്ക് എന്ത് എഴുതാം? ദെയറിൻ്റെ കൂടെ. അപ്പം ദെയറിൻ്റെ കൂടെ നമുക്ക് ഈസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെന്താ ഉള്ളത്? ഇനി വേറും ഉണ്ട്, വാസും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം വാസും വേറും ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു കഴിഞ്ഞുപോയ കാര്യത്തിൽ യൂസ് ചെയ്ത് എഴുതാൻ പറ്റുന്നൊരു വേർഡാണ് വേർ ആൻഡ് വാസ്. അപ്പം ഇവിടെ ഇത് ക്രോസ് ചെയ്തിട്ട് ഓക്കെ. അപ്പം വേർ ആൻഡ് വാസ് നമ്മളിവിടെ ഏത് യൂസ് ചെയ്യും? അപ്പം ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാണാം ഒരു കണ്ണാടി, എ മിറർ. അപ്പം ഇതൊരു സിംഗുലാർ സബ്ജക്റ്റാണ്, നമുക്ക് മനസ്സിലായി ഒരു കണ്ണാടി. അപ്പം പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ കുറേ കണ്ണാടികൾ എന്ന് കാണുമായിരുന്നു. കുറേ എന്നില്ലെങ്കിലും കണ്ണാടികൾ എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതൊരു പ്ലൂറൽ സബ്ജക്റ്റ് ആണെന്ന്. പക്ഷേ ഇതൊരു കണ്ണാടിയാണ്, ഇതൊരു സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പം ഇവിടെ വരില്ല. വേറെ ഞാൻ ക്രോസ് ചെയ്യാം. വേറെന്ന് പറയുന്നത് ഇപ്പോൾ കണ്ണാടികൾ എന്നായിരുന്നെങ്കിൽ നമുക്ക് വേറെ യൂസ് ചെയ്തായിരുന്നു. പക്ഷേ ഇവിടെ ഒരു കണ്ണാടിയാണ്, ഒറ്റ കണ്ണാടിയാണ്ട് നമുക്ക് വേറെ യൂസ് ചെയ്താൻ പറ്റില്ല. അപ്പം നമുക്കിവിടെ വാസ് യൂസ് ചെയ്യാം. ദെയർ വാസ് എ ബ്യൂട്ടിഫുൾ. ഇനി എന്താ? അലമാരയ്ക്കുള്ളിൽ മനോഹരമായ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു. ദെയർ വാസ് എ ബ്യൂട്ടിഫുൾ മിറർ. ഇത് ക്ലിയർ ആയില്ല, നിങ്ങൾ എഴുതാം. ഇത് വർക്കാവണില്ല, ഞാൻ വേറൊരു പെൻ എഴുതിയിട്ട് എഴുതാം. ദെയർ വാസ് എ ബ്യൂട്ടിഫുൾ മിറർ. അപ്പോൾ ഇനി നമ്മൾ എന്താ എഴുതാൻ പോണത്? എവിടെയാ? അലമാരയ്ക്കുള്ളിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഇൻ യൂസ് ചെയ്ത് എഴുതുന്നത്. ഇൻ എന്താ യൂസ് ചെയ്ത കാര്യം? അലമാരയ്ക്കുള്ളിൽ എന്ന് വന്നുകൊണ്ടാണ് നമ്മളിവിടെ ഇൻ യൂസ് ചെയ്ത് എഴുതുന്നത്. മിറർ ഇൻ ദ ദെയർ വാസ് എ ബ്യൂട്ടിഫുൾ മിറർ ഇൻ ദ വാർഡ്രോബ്. അപ്പോൾ ഇതിവിടെ എഴുതാം, സ്പേസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ പറയാം. അലമാരയ്ക്കുള്ളിൽ മനോഹരമായൊരു കണ്ണാടി ഉണ്ടായിരുന്നു. ദെയർ വാസ് എ ബ്യൂട്ടിഫുൾ മിറർ ഇൻ ദ വാർഡ്രോബ്. അപ്പം എനിക്കിനി പറയാനുള്ളത് ഇവിടെ എന്താ യൂസ് ചെയ്ത കാരണം? എന്താ ഇൻ യൂസ് ചെയ്ത കാരണം? അലമാരയ്ക്കുള്ളിൽ എന്ന് വന്നുകൊണ്ടാണ്. ഇപ്പം അലമാരയിൽ ഒരു മനോഹരമായ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു എന്നായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഇൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഓൺ യൂസ് ചെയ്താൽ മതി. ഓൺ ദ വാർഡ്രോബ്. അലമാരയിൽ ഒരു മനോഹരമായ കണ്ണാടി ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് അലമാരയ്ക്കുള്ളിൽ. അപ്പോൾ അതുകൊണ്ടാണ് അലമാരയ്ക്കുള്ളിൽ എന്ന് വന്നുകൊണ്ടാണ് ഇവിടെ ഇൻ യൂസ് ചെയ്ത് എഴുതിയത്. അപ്പം ഓർത്തിരിക്കുക. അപ്പം നമുക്ക് ഇപ്പം നോർമലി അലമാരയ്ക്കുള്ളിലൊന്നും പറയുന്നില്ല. സാധാരണ അലമാരയിൽ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഓൺ യൂസ് ചെയ്ത് എഴുതാം. പക്ഷേ ഇൻ യൂസ് ചെയ്ത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് കാണിക്കുന്നുണ്ട് ഉള്ളിൽ, അലമാരയ്ക്കുള്ളിൽ എന്നുണ്ടായതാണ്. അപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ് എഴുതിയത്?
ദെർ വാസ് എ ബ്യൂട്ടിഫുൾ മിറർ ഇൻ ദ വാർഡ്രോബ്. അപ്പം ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്തത്? നമ്മൾ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിവിടെ വാസ് യൂസ് ചെയ്തെന്ന് എഴുതിയ കാര്യം എ മിറർ. മിറർ ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്, ഒറ്റൊരു മിററേ ഉള്ളൂ അവിടെ. കണ്ണാടികൾ എന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേറെ യൂസ് ചെയ്ത് എഴുതാമായിരുന്നു. ഈസ് യൂസ് ചെയ്യാൻ പറ്റില്ല, പ്രസൻറ്റ് സിറ്റുവേഷനിലാണ് നമ്മൾ ഈസ് യൂസ് ചെയ്ത് എഴുതുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ സന്തോഷത്തോടെ പുതിയ കണ്ണാടിയിൽ അവളെ തന്നെ നോക്കി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? സന്തോഷത്തോടെ. സന്തോഷം ഹാപ്പി. സന്തോഷത്തോടെ എന്ന് പറയുന്നത് നമുക്ക് ഹാപ്പിലി എന്ന് എഴുതാം. പുതിയ കണ്ണാടി ന്യൂ മിറർ. അവളെ തന്നെ ഹെർസെൽഫ്. നോക്കുക എന്ന് വെച്ചാൽ ലുക്ക്. ഇവിടെ നോക്കി എന്നാണ്ട് നമുക്ക് ലുക്കിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലാക്കിയിടണം. കാര്യം ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. ഇതൊരു കഴിഞ്ഞു പോയൊരു കാര്യം, ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിലാണ് കിടക്കുന്നത്. അപ്പോൾ ലുക്കിനെ കൺവേർട്ട് ചെയ്യണം പാസ്റ്റ് ഫോമിലോട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അവൾ സന്തോഷത്തോടെ പുതിയ കണ്ണാടിയിൽ അവളെ തന്നെ നോക്കി. നമുക്ക് എഴുതാം ഷീ ഹാപ്പിലി. സന്തോഷത്തോടെ ഷീ ഹാപ്പിലി. അപ്പം നോക്കുക എന്ന് വെച്ചാൽ ലുക്ക്. അപ്പോൾ ഇവിടെ നോക്കി എന്നാണ്ട് നമ്മൾ ലുക്കിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കാൻ പോവാണ്. ലുക്ഡ്. ഷീ ഹാപ്പിലി ലുക്ഡ് എന്നായി. ലുക്ഡ് അറ്റ് ഹെർസെൽഫ്. അവളെ തന്നെ. ഹെർസെൽഫ് എന്ന് വെച്ചാൽ എന്താ? അവളെ തന്നെ. ഇതിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അവളെ തന്നെ. അപ്പം അറ്റ് ഹെർസെൽഫ്, ലുക്ഡ് അറ്റ് ഹെർസെൽഫ്. എന്തിലാണ് നോക്കിയത്? ഇൻ ദ ന്യൂ മിറർ. പുതിയ കണ്ണാടിയിൽ. ഇൻ ദ ന്യൂ, ഇത് റബ്ബ് ചെയ്തിട്ടൊന്നും എഴുതാം, ക്ലിയർ ആവണില്ല. ന്യൂ മിറർ. അപ്പം നമുക്ക് ഒന്നിച്ച് ഒന്നും പറയാം. ഇത് MIRROR ആണേ. നിങ്ങൾക്ക് റബ്ബ് ചെയ്തിട്ട് എഴുതണം, ക്ലിയർ ആവുന്നുണ്ട്. MIRROR. അത് ഞാൻ ഒന്നും റബ്ബ് ചെയ്തിട്ട് എഴുതാം. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിൽ MIRROR. അപ്പം നമുക്ക് ഒന്നിച്ച് ഒന്നും വായിക്കാം. ഷീ ഹാപ്പിലി ലുക്ഡ് അറ്റ് ഹെർസെൽഫ് ഇൻ ദ ന്യൂ മിറർ. ഷീ ഹാപ്പിലി ലുക്ഡ് അറ്റ് ഹെർസെൽഫ് ഇൻ ദ ന്യൂ മിറർ. അവൾ സന്തോഷത്തോടെ പുതിയ കണ്ണാടിയിൽ അവളെ തന്നെ നോക്കി. ഷീ ഹാപ്പിലി ലുക്ഡ് അറ്റ് ഹെർസെൽഫ് ഇൻ ദ ന്യൂ മിറർ. ഇവിടെ നമ്മൾ ലുക്ക് എന്ന ഒരു പ്രസൻറ്റ് ഫോമിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കി ലുക്ഡ് ആക്കി മാറ്റിയിട്ടാണ് എഴുതിയത്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ കണ്ണാടിയുടെ മുന്നിൽ നിരാശയായി നിന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. കണ്ണാടിയുടെ മുന്നിൽ, ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. നിരാശയാവുക, ഡിസപ്പോയിൻമെൻറ്റ്. ഇവിടെ നിന്നു എന്ന് നമുക്ക് കാണാം. അപ്പോൾ നിൽക്കുക എന്ന് വെച്ചാൽ എന്താ? നിൽക്കുക, സ്റ്റാൻഡ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഈ ഒരു സെൻറ്റൻസ് കിടക്കുന്നത് ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിലാണ്. അപ്പം നമുക്ക് കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കണം. നിരാശയായി, ഡിസപ്പോയിൻമെൻറ്റിനെ പാസ്റ്റ് ഫോം ആക്കണം. പിന്നെ നിൽക്കുക, സ്റ്റാൻഡിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കണം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അവൾ കണ്ണാടിയുടെ മുന്നിൽ നിരാശയായി നിന്നു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഷീ. അപ്പം ഇനി ഞാൻ പറഞ്ഞു നിൽക്കുക എന്ന് വെച്ചാൽ സ്റ്റാൻഡാണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കാൻ പോവാണ്. അതിന് മുമ്പായിട്ട് സ്റ്റാൻഡിൻ്റെ 3 ഫോംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. സ്റ്റാൻഡ് 3 ഫോം: സ്റ്റാൻഡ്, സ്റ്റുഡ്, സ്റ്റുഡ്. അപ്പം ഇതാണ് സ്റ്റാൻഡ് 3 ഫോം: സ്റ്റാൻഡ്, സ്റ്റുഡ്, സ്റ്റുഡ്. അപ്പം സെക്കൻഡ് ആൻഡ് തേർഡ് ഫോം സെയിം ആണ്. അപ്പം സ്റ്റാൻഡിനെ ഇപ്പോൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കാൻ പോവാണ്. ഷീ സ്റ്റുഡ്. അപ്പം ഷീ സ്റ്റുഡ്. ഇനി എന്തായാലും നമ്മുടെ കണ്ണാടിയുടെ മുന്നിൽ. അപ്പോൾ നമുക്ക് എഴുതാം ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. കണ്ണാടിയുടെ മുമ്പിൽ, ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. ഇനി എന്താ പറയണേ? നിരാശയായി. അപ്പം നമ്മൾ എങ്ങനെ എഴുതും നമുക്ക് നോക്കാം. നിരാശയായി എന്നാണ്, ഓൾറെഡി നിരാശയായി. അപ്പോൾ ഡിസപ്പോയിൻമെൻറ്റ് എന്നാണ് നിരാശയ്ക്ക്. അപ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്ത് ഡിസപ്പോയിൻമെൻറ്റിനെ പാസ്റ്റ് ഫോം ആക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ലുക്കിംഗ് ഡിസപ്പോയിൻറ്റഡ്. നമ്മളെങ്ങനെയാണ് എഴുതിയത്? ഒന്നിച്ച് വായിക്കാം ഒന്നും കൂടെ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? സ്പെല്ലിംഗ് DISAPPOINTED എന്നാണ്. കണ്ണുക്ക് കാണാൻ കഴിയുന്നാലും ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ട് എഴുതാം. NTED, ഡിസപ്പോയിൻറ്റഡ്. അപ്പം ഒന്നിച്ച് ഒന്നും കൂടെ വായിക്കാം. ഷീ സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ലുക്കിംഗ് ഡിസപ്പോയിൻറ്റഡ്. അപ്പം ഇവിടെ നമ്മൾ സ്റ്റാൻഡ് 3 ഫോംസ് പഠിച്ചു. സ്റ്റാൻഡ്, സ്റ്റുഡ്, സ്റ്റുഡ്. അപ്പം ഇവിടെ നമ്മൾ സ്റ്റാൻഡിനെയാണ് കൺവേർട്ട് ചെയ്ത് സ്റ്റുഡ് ആക്കിയത്. ഷീ സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ
ലുക്കിംഗ് ഡിസപ്പോയിൻറ്റഡ്. അപ്പോൾ ഡിസപ്പോയിൻറ്റിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഡിസപ്പോയിൻറ്റഡ് എന്നും ആക്കിയിട്ടുണ്ട്. അത് നമുക്കിവിടെ കാണാം ക്ലിയർലി. നമ്മളെങ്ങനെ ചെയ്ത് അവൾ കണ്ണാടിയുടെ മുന്നിൽ നിരാശയായി നിന്നു. ഷീ സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ലുക്കിംഗ് ഡിസപ്പോയിൻറ്റഡ്. ഷീ സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ലുക്കിംഗ് ഡിസപ്പോയിൻറ്റഡ്. നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ലാസ്റ്റ് പോയിന്റ് ആണ്. ആ കണ്ണാടി എല്ലാവരുടെയും മുഖം കൂടുതൽ നീണ്ടതായി കാണിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. എല്ലാവരും എന്ന് വെച്ചാൽ എവ്രി വൺ. കൂടുതൽ നീണ്ടതിന് നമുക്ക് ലോങ്ങർ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആ കണ്ണാടി എല്ലാവരുടെയും മുഖം കൂടുതൽ നീണ്ടതായി കാണിക്കുന്നു. അപ്പോൾ നമുക്ക് എഴുതാം ദ മിറർ മേക്സ്. അപ്പം ഇവിടെ എല്ലാവരും എന്ന് വെച്ചാൽ എവ്രി വൺ. ഇപ്പോൾ എല്ലാവരുടെയും എന്നുള്ള നമ്മൾ എഴുതണേ എവ്രി വൺസ്. ദ മിറർ മേക്സ് എവ്രി വൺസ് ഫേസ്. എല്ലാവരുടെയും മുഖം എന്നുള്ളതാണ് ഫേസ് എന്ന് എഴുതി ഞാൻ. ദ മിറർ മേക്സ് എവ്രി വൺസ് ഫേസ് ലുക്ക് ലോങ്ങർ. നമ്മളെങ്ങനെ എഴുതിയത്? ദ മിറർ മേക്സ് എവ്രി വൺസ് ഫേസ് ലുക്ക് ലോങ്ങർ. ആ കണ്ണാടി എല്ലാവരുടെയും മുഖം കൂടുതൽ നീണ്ടതായി കാണിക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാവരും എന്നുള്ളത് നമ്മൾ എവ്രി വൺ എഴുതി. എല്ലാവരുടെയും എവ്രി വൺസ് എന്ന് എഴുതി. അപ്പം മുഖം ഫേസ്. ലുക്ക് ലോങ്ങർ കൂടുതൽ നീണ്ടതായിക്കാണ് നമ്മളിവിടെ ലോങ്ങർ എന്ന് എഴുതിയത്. നമുക്ക് ഒന്നിച്ച് കൂടെ പറയാം. ദ മിറർ മേക്സ് എവ്രി വൺസ് ഫേസ് ലുക്ക് ലോങ്ങർ. ആ കണ്ണാടി എല്ലാവരുടെയും മുഖം കൂടുതൽ നീണ്ടതായി കാണിക്കുന്നു. ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ഫ്രണ്ട്സ്.